ഇപ്പോൾ ബിജെപി നേതാവ് സന്ദീപ് വാചസ്പതി നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധിക്കാനും ഈ തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനും സ്വാഭാവികമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു അവകാശമുണ്ടല്ലോ. ഇത് വലിയ തരത്തിൽ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനൊക്കെയാണ് സംഘപരിവാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത്. അതൊരു ശരിയായ പ്രവണതയാണോ? അത് ശരി. അപ്പൊ സംഘപരിവാർ നടത്തുന്ന പ്രചരണത്തിനാണ് താങ്കൾക്ക് കുഴപ്പം, അല്ലാതെ ഈ പ്രചരണത്തിൽ താങ്കൾക്ക് കുഴപ്പമില്ല അല്ലേ? അല്ല, ഇതൊരു രാജ്യദ്രോഹം അല്ല. താങ്കളുടെ നിലപാട് എന്തായാലും ആദ്യ വാചകത്തിൽ കൂടി പുറത്തു വന്നത് വളരെ നന്നായി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതായത് രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് താങ്കൾക്ക് അറിയാമോ? 1947 ബ്രിട്ടൻ ഈ ഭാരതം ഉപേക്ഷിച്ചു പോകുമ്പോൾ നാമാവശേഷമാക്കിയ ഒരു രാഷ്ട്രത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു കമ്പനിയാണ് ടാറ്റ. ടാറ്റ ലാഭനഷ്ടം നോക്കാതെ ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യൻ സൈന്യത്തിന് ആയുധങ്ങൾ നിർമ്മിക്കാൻ, ഇന്ത്യൻ സൈന്യങ്ങൾക്ക് വാഹനങ്ങൾ നിർമ്മിക്കാൻ, തൂമ്പ മുതൽ ഉപ്പ് മുതൽ എയ്റോപ്ലെയിൻ വരെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്തൊരു കമ്പനിയാണ്. ആ കമ്പനിക്കെതിരെ നിലപാടെടുക്കുന്നത് വിഷയത്തിനകത്താണല്ലോ. ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനകത്താണല്ലോ. ഇസ്രായേലിന് എന്താ പ്രശ്നം? അപ്പോ ഈ രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി സഹായിച്ച ഒരു കമ്പനിക്കെതിരെ നിലപാടെടുക്കുന്നത് രാജ്യദ്രോഹമല്ല. അത് രാജ്യദ്രോഹമാണ് എന്ന് വിളിച്ചു പറയുന്ന സംഘപരിവാർ പ്രവർത്തകർക്കാണ് കുഴപ്പമല്ലേ? അല്ല, ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് അഭിപ്രായമാണോ ആങ്കറിന്റെ അഭിപ്രായമാണോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ. ആങ്കറുടെ അഭിപ്രായമാണോ ന്യൂസ് 8ന്റെ അഭിപ്രായമാണോ എന്നുള്ളതല്ല. ഇത് സ്വാഭാവികമായിട്ടും അല്ല, അത്തരത്തിലുള്ള ചില ചർച്ചകൾ ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കില്ലേ? ചർച്ചകൾ നടക്കുന്നതും അത് രാജ്യദ്രോഹമാണ് എന്ന് പറയുന്നത് തെറ്റാണെന്നാണല്ലോ താങ്കളുടെ ആദ്യ വാചകം. പ്രതിഷേധം ജനാധിപത്യപരമാണോ? ഈ നാട്ടിൽ പ്രതിഷേധം ജനാധിപത്യപരമല്ലേ? അല്ല, ഞാൻ ജനാധിപത്യത്തെ പറ്റിയും പ്രതിഷേധത്തെ പറ്റിയും സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഈ പ്രതിഷേധം നടത്തുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉയർന്നു കാണുന്നത്. ഇവരെല്ലാവരെയും പാകിസ്ഥാനിലേക്ക് വിട്ടോളൂ. ഈ പ്രതിഷേധിച്ച് ഈ നിരത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ മുഴുവൻ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിക്കാമല്ലോ. അല്ല, അതാ ഞാൻ ചോദിച്ചത്. ഇത് ആരുടെ അഭിപ്രായമാണ്? അത് ശരിയാണോ എന്നുള്ളതാണോ ചോദിക്കേണ്ടത്? ഇങ്ങനൊരു ബഹിഷ്കരണം നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിക്കാനുള്ള നട്ടല് താങ്കൾക്കുണ്ടോ? അല്ല, അത് അവരോടല്ലേ. അത് ഞാൻ ബിജെപിയോടല്ലോ ചോദിക്കുന്നത്. അത് ഞാൻ അവരോടാണ് ചോദിക്കുന്നത്. അത് ഞാൻ ചോദിച്ചോളാം. അത് അവരോട് എനിക്ക് ചോദിക്കാൻ അറിയാം. അത് ഞാൻ ചോദിച്ചോളാം. അത് അവരോട് ഞാൻ ചോദിച്ചോളാം. ജനങ്ങളോട് സമ്മതിക്കുമ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. അത് ഞാൻ അവരോടല്ലേ ചോദിക്കേണ്ടത്. അത് ഞാൻ താങ്കളോടല്ലോ ചോദിക്കേണ്ടത്. അല്ല, ഞാൻ താങ്കളോട് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ചോദിക്കുന്നത് അവരോട് ചോദിക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചോളാം. താങ്കളോട് ചോദിക്കുന്നത് ഈ തരത്തിൽ രാജ്യദ്രോഹികളെന്ന് ഒരു വിദ്യാർത്ഥി സംഘടനയും അവിടെയുള്ള വിദ്യാർത്ഥികളെയും താറടിക്കുന്നത് ശരിയാണോ എന്നാണ്. മറ്റൊരു ചോദിക്കേണ്ട ചോദ്യം എനിക്കറിയാം, ഞാൻ ചോദിച്ചോളാം. അല്ല, അതാ ഞാൻ ചോദിക്കാം. അതിനകത്ത് അവരെ രാജ്യദ്രോഹികളായി ആരും മുദ്ര കുത്തിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി ആരെയും അങ്ങനെ പറഞ്ഞതായി ഞാൻ എന്റെ ശ്രദ്ധയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നവരെല്ലാം ബിജെപിക്കാരാ നിങ്ങളുടെ താര പറഞ്ഞേ? കൊല തെളിവുണ്ടോ? അപ്പൊ ബിജെപിക്ക് അങ്ങനെ ഒരു നിലപാടില്ല അല്ലെ? ബിജെപിക്ക് അങ്ങനെ ഒരു നിലപാടില്ല. ഞാൻ സംസാരിച്ചു കേട്ടെ. അപ്പോ അങ്ങനെ ആരെങ്കിലും രാജ്യദ്രോഹികളായി ബിജെപി മുദ്ര കുത്തിയതായി ഞങ്ങൾക്ക് അറിവില്ല. അപ്പോ അവരെ രാജ്യദ്രോഹികളായി ഇങ്ങനെ ആരെങ്കിലും മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അതിലാണ് വിഷമം. ആ വിഷമത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. എനിക്ക് രണ്ട് വശവും ചോദിക്കണമല്ലോ. നമ്മളൊരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ നമുക്ക് രണ്ട് വശവും ചോദിക്കണമല്ലോ. താങ്കളോട് ചോദിക്കാനോ ഞാൻ ചോദിക്കുന്നു, മറുവശം ചോദിക്കാനോ ഞാൻ ചോദിച്ചോളാം. 2 പക്ഷമോ 4 പക്ഷമോ ചോദിച്ചുള്ളൂ. ഞങ്ങൾക്ക് അതിൽ വിഷമമില്ല. പക്ഷേ താങ്കൾക്ക് ആദ്യമേ തന്നെ അവരെ രാജ്യദ്രോഹികളായി മുദ്ര കുത്തുന്നതിനുള്ള ഉത്കണ്ഠ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും ഉണ്ടായ ഒരു പ്രതികരണമാണത്. രാഷ്ട്രവിരുദ്ധമായ, അതായത് ഇതിനകത്ത് എന്തുകൊണ്ട് അവരെ രാഷ്ട്രവിരുദ്ധന്മാരാണെന്ന് ആൾക്കാർ പറയുന്നു എന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു വരാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നവരെ ആരോ രാജ്യദ്രോഹികളായി മുദ്ര കുത്തിയതിലുള്ള താങ്കളുടെ ഉത്കണ്ഠ ഉണ്ടല്ലോ, അതാണ് താങ്കളുടെ വായിൽ നിന്ന് ആദ്യം പുറത്തു വന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം താങ്കൾക്കില്ല. അത് താങ്കളോട് ചോദിക്കേണ്ടതല്ലോ, അത് അവരോടല്ലേ ചോദിക്കേണ്ടത്? അല്ലല്ലോ, അത് അവരോടാണല്ലോ ചോദിക്കേണ്ടത്. അതിനെതിരെയുള്ള റിയാക്ഷന് വേണ്ടിയിട്ടാണല്ലോ താങ്കൾ എന്നെ വിളിച്ചത്. അത് അവരോടാണ് ചോദിക്കേണ്ടത്. അത് അവരോട് ചോദിച്ചോളാം. ഇത്തരത്തിൽ സ്വാഗത്യമുണ്ടോ എന്ന് ഞാൻ അവരോടാണ് ചോദിക്കേണ്ടത്. ഞാൻ താങ്കളോട് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ എടുക്കുന്ന നിലപാടാണല്ലോ ചോദിക്കേണ്ടത്. അല്ല, എന്റെ നിലപാട് ഇതാണെന്നേ.
അതായത് ആ ഒരു പ്രതിഷേധ പ്രകടനത്തിനെതിരെ പ്രതിഷേധിക്കാനാണല്ലോ താങ്കൾ എന്നെ ഇപ്പോൾ ഈ ലൈനിൽ വിളിച്ചത്. സ്വാഭാവികമായും ആ നടക്കുന്ന പ്രതിഷേധത്തെ പറ്റി താങ്കൾ എന്നോട് ചോദിക്കാതെ അവർക്കെതിരെ നടക്കുന്ന ക്യാമ്പയിനിൽ താങ്കളുടെ ഉത്കണ്ഠയുണ്ടല്ലോ, അത് ന്യൂസ് 18 ഉത്കണ്ഠയാണോ അതോ ഈ ആങ്കറുടെ ഉത്കണ്ഠയാണോ എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത്. പൊതുസമൂഹത്തിന് അറിയേണ്ടത് എന്നുള്ള വരി അവിടെ നിൽക്കട്ടെ. അത് പൊതുസമൂഹം രണ്ട് തരത്തിലുമാണല്ലോ കാര്യങ്ങൾ കാണുന്നത്. പൊതുസമൂഹം ആണല്ലോ, രാജ്യം ഭരിക്കുന്ന പാർട്ടി പ്രതിനിധിയായിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ശരി, ഈ വിഷയത്തിനകത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ രാജ്യദ്രോഹികൾ എന്നുള്ള ആരോപണം ബി.ജെ.പിക്ക് ഇല്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. താങ്കൾ തന്നെ ബി.ജെ.പിക്ക് ആരോപണം ഇല്ല എന്ന് പറയുമ്പോൾ ആരോപണത്തിന് മറുപടി പറയേണ്ടതിന് ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവിന്റെ റോളിന്റെ ആവശ്യമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ എഴുതിയവരെ വിളിച്ചു ചോദിക്കൂ. ഞങ്ങളുടെ ശരി, സന്ദീപ് ദയവായി ഒരു നിമിഷം നിൽക്കൂ. SI എന്തിനാണ് പ്രശ്നം എന്നുള്ളതാണ് അതിനുള്ള ഉത്തരവും ഇപ്പോൾ ഷഫാക്കിനുള്ള മറുപടി. അല്ല അപർണ, ഞാൻ വീണ്ടും എനിക്ക് ഖേദത്തോടെ പറയട്ടെ, താങ്കളുടെ നിലപാടിനോട് എനിക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. കാരണം താങ്കൾ എന്നോട് വളരെ കൃത്യമായി മറുപടി പറഞ്ഞല്ലോ. ഞാൻ അവരോട് ചോദിക്കേണ്ടത് ചോദിക്കും. താങ്കൾ എന്താ ചോദിച്ചത്? ഇവിടെ സ്റ്റുഡിയോ ടാറ്റ എന്നുള്ളതാണോ വിഷയം? താങ്കൾ ചോദിക്കേണ്ട താങ്കളിപ്പോ അതിന് പറയാൻ പോകുന്ന മറുപടി ഞാനിപ്പോഴേ പറയാം. മാധ്യമ പ്രവർത്തനം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. എനിക്കറിയാം എന്ത് അല്ല സന്ദീപ്, രണ്ട് വശത്തും ഏത് തരത്തിലാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ബേസിലല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബാലൻസ് ചെയ്തുകൊണ്ടാണ് രണ്ടിടത്തും ചോദിക്കുക. ബി.ജെ.പി നേതാവായ താങ്കൾ ചോദിക്കുന്ന പോലെ എനിക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ. അതല്ലല്ലോ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം. ബി.ജെ.പി നേതാവിന് മാധ്യമ പ്രവർത്തകർക്ക് അല്ല സന്ദീപ്, താങ്കൾ ഷഫാക്കിനുള്ള മറുപടി കൊടുക്കൂ. എന്നെ വിട്ടേക്ക്, ഷഫാക്കിനുള്ള മറുപടി കൊടുക്കൂ. എനിക്ക് അയാൾ ആരാണെന്ന് പോലും എനിക്ക് അത് SIയുടെ ഭാരവാഹിയാണ്. സിംബോളിക്കായിട്ട് നടത്തുന്ന സിംബോളിക്കായിട്ട് നടത്തുന്ന പ്രതിഷേധമാണ്. ഇതൊരു സിംബോളിക് പ്രതിഷേധമാണ് എന്ന് അവർ പറയുന്നു. ലോകമൊട്ടാകെ നടക്കുന്ന സിംബോളിക് പ്രതിഷേധമാണ് എന്ന് പറയുമ്പോൾ അതിനുണ്ടോ മറുപടി? ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് അത്രയേ ഇതിൽ നിന്നും മനസ്സിലായുള്ളൂ എന്നുള്ളതാണ് എന്റെ സഹതാപം. താങ്കൾക്ക് അതിൽ കൂടുതൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് മറുപടി കൊടുക്കാം. നിങ്ങൾ കിടന്ന് വെള്ളം വെക്കാം. ഞാൻ പറഞ്ഞു വരികയല്ലേ, നിങ്ങൾ ഓരോ വാക്കിനത്തിന് ഇടപെടുന്നത്. ഞാൻ സംസാരിച്ചു വരികയല്ലേ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സൈനിക നടപടി ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. നമ്മളുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ അല്ലെങ്കിൽ അയൽ രാജ്യമായ പാകിസ്ഥാന് സഹായം ചെയ്ത രണ്ട് രാഷ്ട്രങ്ങളായിരുന്നു ചൈനയും തുർക്കിയും. ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ആൾക്കാര് ഒരു ചൈന ബോയ്ക്കോട്ടോ ഒരു തുർക്കി ബോയ്ക്കോട്ടോ എന്ന ആശയം ഉണ്ടാക്കാതെ ഇസ്രയേലിൽ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് ഈ രാജ്യത്ത് ഒരു കമ്പനി അവരോടുമായി കരാറിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രതിഷേധം നടത്തുന്നതിനകത്തെ അപകടകരമായ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാനുള്ള ആർജവമാണ് ഒരു മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞാൻ ഇത്രയും നേരം താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ച ഉത്തരം. ആ ചോദ്യമാണ് താങ്കൾ ഇതിനെ ഉന്നയിക്കാതെ പോയത്. അല്ലാതെ സ്റ്റുഡിയോയിൽ പോയി ഇവന്മാർ പറഞ്ഞാലൊന്നും സ്റ്റുഡിയോയിൽ നല്ല ടാറ്റയുടെ രോഗത്തെ പോലും തൊടാൻ പറ്റില്ല. ഇവന്മാരെന്തെങ്കിലും അവിടെ കിടന്ന് രോദനം നടത്തിയിട്ട് ഓരിയിട്ടിട്ട് പോകുന്നു എന്നുള്ളതല്ല. ഇതിവിടെ ഈ രാജ്യത്ത് ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഇവന്മാർ ഈ രാജ്യത്ത് ആരുമല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് പരമപുച്ഛത്തോടു കൂടി അവരുടെ ബഹിഷ്കരണത്തെ ഞങ്ങൾ തള്ളുകയാണ്. അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ ചോദ്യം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് സ്വന്തം രാജ്യം ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ സഹായിച്ച ശത്രു രാജ്യത്തിനെതിരെ ഉയരാത്ത പ്രതിഷേധം ഏതോ പാലസ്തീനെതിരെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതിലെ അപകടകരമായ വർഗീയതയും അപകടകരമായ രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യാനുള്ള ആർജവം താങ്കൾക്കില്ലാതെ പോയി എന്നുള്ളിടത്താണ് എന്റെ പോയിന്റ് നിൽക്കുന്നത്. അല്ലാതെ SIO നടത്തിയോ ഒരു രാഷ്ട്രീയ മുൻവിധി ഏതായാലും ഈ നടത്തുന്ന പ്രചാരണം അതിനെതിരായിട്ട് നടക്കുന്ന മറു പ്രചാരണത്തിനകത്ത് അർത്ഥമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അത് മാധ്യമപ്രവർത്തകർ മാത്രമല്ല സാധാരണക്കാരും ചോദിക്കാനാണ് സാധ്യത. വളരെ നന്ദി ഷഫാക്ക് ഒപ്പം സന്ദീപ് വചസ്പതി പ്രതികരിച്ചതിന്.